ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പറയുന്നത് മ്യൂസിയം ഓഫ് ഗോവയാണ്. ഇതൊരു കണ്ടംപററി ആർട്ട് ഗാലറിയാണ് കേട്ടോ. ഇതൊരു പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഒരു കണ്ടംപററി ആർട്ട് ഗാലറിയാണിത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് സുബോധ് കർക്കർ എന്ന് പറയുന്ന ഒരാളാണ്. നമുക്കിവിടെ ഈ സ്ഥലം കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു 15 മിനിറ്റിൻ്റെ ഒരു വീഡിയോയും അവർ നമ്മൾക്ക് ഒരു തിയേറ്ററിനകത്ത് പ്ലേ ചെയ്ത് കാണിച്ചു തരും. മെയിനായിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഓണറിനെ കുറിച്ചും ആൾ പണ്ടൊരു ഡോക്ടറായിരുന്നു, പിന്നെ ആൾ അതിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ആർട്ടിൻ്റെ ഫീൽഡിലേക്ക് മാറിയെന്നുള്ളതും, ആളുടെ ചെറുപ്പകാലം ആൾ അച്ഛൻ്റെ ഒപ്പം ഗോവയിൽ സ്പെൻഡ് ചെയ്തിരുന്ന കാര്യങ്ങളും, പിന്നെ ആൾ ഗോവയിലത്തെ ഫിഷർമെനിൻ്റെയും അതേപോലെ പണ്ട് കാലത്തെ ഗോവയിലത്തെ തനതായിട്ടുള്ള ആർട്ടിഫാക്ട്സും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതും അതിനെ പിന്നെ സ്ലോ ആയിട്ട് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ട് ഫോംസിലേക്ക് മാറ്റുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. ഒരു 300 രൂപയാണ് പെർ ഹെഡ് മേടിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവായിട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഞങ്ങളിത് മ്യൂസിയം ഓഫ് ഗോവ എന്ന് പറഞ്ഞപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു സാധാ പോലത്തെ മ്യൂസിയമാണ്, ആർക്കിയോളജി മ്യൂസിയമാണെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ആരുടെയാണെന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. അപ്പോൾ ആളുടെ വർക്ക് കാണാൻ താല്പര്യമുള്ളവർക്കും അതേപോലെ തന്നെ പുതിയ ആർട്ട് ഫോംസിനെ പറ്റിയിട്ട് അറിയാനും കണ്ടംപററി സ്റ്റൈൽ ആർട്സ് കാണാൻ താല്പര്യമുള്ളവർ, പഴയ ഗോവയത്തെ പുതിയ ഗോവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും ആർട്ടിനെ നന്നായി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ മ്യൂസിയം നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് 2 hours നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കറങ്ങാനും കാണാനൊക്കെ ഉള്ള അത്യാവശ്യം സാധനങ്ങളുണ്ട്. ഈ ഫ്ലോറിൽ നമുക്ക് കുറേ പെയിൻറ്റിങ്സ് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മുഖം ഒരേപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആളുടെ വൈഫിൻ്റെ ഒരു മുഖം വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ ആളുടെ കുറേ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആളുടെ കുറേ ഫോട്ടോ കളക്ഷൻസ് കാണാം. ഈ ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻഡിഗോ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിലുണ്ടാകുന്ന ഓരോ ഡോട്ട്സും അന്ന് കാലത്ത് സ്പൈസ് ആയിരുന്നല്ലോ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സ്പൈസുകൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കാണുന്നത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്ന തോണിയുടെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ ഓരോന്നും ഇവിടെ റീയൂസ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ പർച്ചേസ് ചെയ്യുക, വേണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യുക. പിന്നെ ഇവിടെ കുറേ നങ്കൂരും പിന്നെ അതിൻ്റെ മുകളിൽ ഓയിസ്റ്ററൊക്കെ കാണാൻ പറ്റും. ഈ മ്യൂസിയത്തിൽ തന്നെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെറൈറ്റി ഡിഷുകളാണ് അവിടുന്ന് ട്രൈ ചെയ്ത്. ട്രഡീഷണൽ ആയിട്ടുള്ള നീർദോശ കഴിച്ചു നോക്കി. പിന്നെ അതേപോലെ തന്നെ വടാപ്പാവ്, പിന്നെ പോഹല്ലേ അത് കഴിച്ചു. പിന്നെ ഒരു ഗുജറാത്തി ഡിഷായിട്ടുള്ള പാൻകി എന്ന് പറയുന്ന ഒരു നമ്മളെ അട പോലത്തെ ഒരു ഡിഷാണ് കഴിച്ചത്. അപ്പോൾ ഇതാണ് പാൻകി എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഏകദേശം നമ്മൾ അട പോലെ തന്നെയാണ്, ഇലയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കുറച്ച് പുളിയുള്ളൊരു സമ്മന്തി ആണ് കിട്ടിയിട്ടുള്ളത്. ഇതെന്തോ റൈസ് ഫ്ലോറും അതേപോലെ കേടും വെച്ചുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. എന്തായാലും നന്നായിരുന്നു ഇവിടുന്ന് കഴിച്ചത്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചിം ടൗണിൽ തന്നെയുള്ള ഫൊണ്ടേനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഇത് ഇപ്പോൾ ഫേമസ് ആയിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സ്പോട്ടാണ്. എവിടെ നോക്കിയാലും ആൾക്കാർ DP ഒക്കെ എടുക്കാനുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ എല്ലായിടത്തും നിൽക്കുന്നുണ്ടാവും. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ്, നല്ല കളർഫുൾ വീടുകളാണ്. ഇത് ഒരു ലാറ്റിൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. പണ്ട് കാലത്ത് പണിത വീടുകളാണ്. ഇപ്പോഴും അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുറേ എണ്ണത്തിലൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് ബിൽഡിങ്സൊക്കെ ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല സ്പോട്ടുകളുണ്ട്. നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സെൻറ്റ് അഗസ്റ്റിൻ റൂയിൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഗോവയിൽ ഉണ്ടായിരുന്ന ഒരു പള്ളിയുടെ ബാക്കി ഭാഗങ്ങളാണിത്. അപ്പോൾ ഒരുവിധം മുൻഭാഗങ്ങളൊക്കെ തകർന്നിട്ട് ഈ ഒരു ഗോപുരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ ബാക്കിയുള്ളൂ. പിന്നെ കുറച്ച് ഏരിയയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു പള്ളിയായിരുന്നു സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്നത്. പിന്നീട് പോർച്ചുഗീസ് വന്നിട്ട് കുറേ നിയമങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടെയുള്ള ഈ പള്ളി വിട്ട് ഉപേക്ഷിച്ച് പോവുമായിരുന്നു. അങ്ങനെ ആ പള്ളി ആരും ഉപയോഗിക്കാണ്ട് തകർന്ന് ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോപുരത്തിന് ഏകദേശം 46 മീറ്റർ ഉയരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ പള്ളിയുടെ ഇങ്ങനെ ദൈവങ്ങളെ വെക്കുന്ന ഭാഗങ്ങളും അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ പള്ളിയിലെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കുറേ കാണുന്നത് അന്ന് തകർന്ന ഭാഗങ്ങളൊക്കെ കേട്ടോ നമുക്ക് കുറേ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓൾഡ് ഗോവ വിസിറ്റ് ചെയ്യുന്നതിൽ ഇതും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഇവിടെ വരാൻ എൻട്രി ഫീസ് ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഗോപുരം കാണാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓൾഡ് ഗോവയിലത്തെ നമ്മുടെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞ ചർച്ചാണ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ലാൻഡ്മാർക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറഞ്ഞ പുണ്യാളൻ്റെ ഒരു 500 വർഷത്തോളം പഴക്കമുള്ള ബോഡി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. 500 വർഷമായിട്ടും അതിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു വിശേഷമുണ്ട് ഇവിടെ. നോക്കി നോക്കാം അകത്ത് പോയിട്ട്. ഈ പള്ളി പണിതിട്ടുള്ളത് 15-ാം നൂറ്റാണ്ടിലാണ്. ഇതിപ്പോൾ വേൾഡ് ഹെറിറ്റേജ് മോണുമെൻ്റ് ആയിട്ട് ഇപ്പോഴും നമ്മൾ സംരക്ഷിച്ചു പോരുന്നതാണ്. അപ്പോൾ ഈ പള്ളി മൊത്തം ഇങ്ങനെ ഈ ചെത്തുകല്ല് പോലെ പണിതിട്ട് നമുക്ക് കാണാം. അന്നത്തെ വർക്കൊക്കെ ഇപ്പോഴും നമുക്ക് ഈ പള്ളിയിൽ കാണാവുന്നതാണ്. ഇത് നമ്മുടെ ഇപ്പോൾ ഗോവയിലത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നമ്മുടെ അപ്പോൾ 5 ഡേയ്സിൻ്റെ ട്രിപ്പ് അങ്ങനെ ഇന്നത്തോടെ തീരാണ്. നമുക്കിനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോൾ മഡ്ഗൗൺ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ഒരു വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് പിടിക്കാനാണ് ഇപ്പോൾ ഇനി പോണത്. ഈ 5 ദിവസത്തെ ട്രിപ്പിൽ നമ്മൾ മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഗോവയത്തെയും സൗത്ത് ഗോവയത്തെയൊക്കെ ഏറ്റവും മെയിനായിട്ട് കാണേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.